അറിയില്ല, വന്നില്ല ആരും. 2 മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും കയറുവാണെങ്കിൽ കയറട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര നേരമായില്ലേ? ജോയിൻ ചെയ്യാണ്ടെങ്കിൽ ഇടയ്ക്ക് ചെയ്തോളായിരിക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ അശ്വിനി ഉണ്ടായില്ല എന്ന് തോന്നുന്നു അല്ലേ? നമ്മളൊരു ക്ലാസ് ഇംഗ്ലീഷിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ എടുത്ത് തുടങ്ങിയത്. റെക്കോർഡഡ് ക്ലാസ് കണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസസ് ആണ്. ഓക്കെ, ടെൻസസ് എന്ന് പറയുമ്പം അത് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ടെൻസസ് അല്ലേ? ഒരു സെന്റൻസ് ഒരാളോട് എങ്ങനെ ചോദിക്കണം, അത് ടൈം അനുസരിച്ചിട്ട് ഏതൊക്കെ ടെൻസുകൾ വേണം എക്സാക്ട്ലി യൂസ് ചെയ്യാനെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി മസ്റ്റ് നോ ദ റൂൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് എവറി ടെൻസ്. സോ നമ്മൾ ഇന്ന് ടെൻസ് ആണ് എടുക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു സാറ് ടെൻസ് എന്തോ ജസ്റ്റ് എടുക്കുക ഡിസ്കസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? അപ്പൊ എന്തായാലും നമുക്ക് ഒന്നും കൂടി ഇത് ചെയ്യാം. കാരണം അതിന് നമുക്ക് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ വരുമ്പം എന്താ പറയാ, സാറ് എങ്ങനെയാണ് എത്ര എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഒന്നും കൂടി ടെൻസ് ഒന്നും കൂടി പഠിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലേ നമുക്ക് ടോപ്പിക്സ് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ടെൻസ് ഓക്കെ. അപ്പൊ നമുക്ക് ടെൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബുക്കും പേനയും കയ്യിൽ പിടിച്ചോളൂ കേട്ടോ. എന്ന് വെച്ചാൽ നോട്ടൊന്നും എഴുതണ്ട, പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മള് ടെൻസ് അറിയാലോ. ടെൻസ് ശരിക്കും ടെൻസ് എന്ന് വെച്ചാൽ എന്താ ടെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, why do we use tense or when do we use tense? അറിയോ? നടക്കുന്ന കാര്യങ്ങള്. അതായത് എന്ത് കാര്യമാണെങ്കിലും അത് എപ്പോ നടന്നു എന്ന് അറിയിക്കാൻ അല്ലെ? ടൈം ശരിക്കും കാണിക്കാനാണ് നമ്മൾ ടെൻസ് യൂസ് ചെയ്യുക. അത് എപ്പോഴാണ് സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെ? അല്ലെങ്കിൽ അത് എപ്പോ സംഭവിക്കണം, അല്ലെങ്കിൽ എപ്പോ എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എക്സാക്ട്ലി നമ്മൾ ടെൻസിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ആ ടൈം പ്രോപ്പർ ആയിട്ട് നമ്മളെ മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഇവന്റ് ആയിക്കോട്ടെ, ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഒരു ആക്ഷൻ ആയിക്കോട്ടെ, എന്തിന്റെ ആയാലും അപ്പൊ ടൈം എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിലറിയാലോ ടെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻസിൽ മെയിൻ ആയിട്ട് 3 എണ്ണാണ് മെയിൻ ആയിട്ട് വരിക. പ്രസന്റ് വരും, പാസ്റ്റ് വരും, ഫ്യൂച്ചർ വരും അല്ലെ? ഇനി ഈ പ്രസന്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും ഇതാണ് മെയിൻ ഡിവിഷൻ വരിക. അതിൽ തന്നെ എന്ത് വരുന്നുണ്ട്?
സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. 4 സബ് ഡിവിഷൻ വെച്ചിട്ടാണ് നമുക്ക് ഓരോ ടെൻസിലും വരിക. അതിലൊന്ന് സിമ്പിൾ ആയിരിക്കും, സിമ്പിൾ എന്നാ പറയാ, സിമ്പിൾ പ്രസന്റ്, അതേപോലെ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന പോലെ. പിന്നെ ഒരെണ്ണം വരുന്നത് കണ്ടിന്യൂസ് ഫോം വരും, പിന്നെ ഒരു പെർഫെക്റ്റ് ഫോം വരും, പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം വരും. ഇങ്ങനെയാണ് 4 ഡിവിഷൻസ് പോലെ നമുക്ക് വരുന്നത്. അപ്പൊ അതില് ഞാൻ എന്തായാലും നോട്ട് ഷെയർ ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നോട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? ഉണ്ട് മാം. ഓക്കെ, അപ്പം ഞാൻ ഈ നോട്ട് സെൻഡ് ചെയ്യാം. എന്നാലും ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ ഒന്ന് എന്താ പറയാ, ആ റൈറ്റിംഗ് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവുക, അതുകൊണ്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുക്കുക. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുക്കുമ്പോൾ അതിന്റെ എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ V1 ഫോം ഓഫ് ദ വെർബ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ബേസ് ഫോം ഓഫ് ദ വെർബ്, അതായത് V1, V2, V3. ഇതാണ് മെയിൻ ആയിട്ട് വെർബിന് വരുന്ന 3 ഫോംസ് എന്ന് പറയുന്നത്. അതില് V1 ഫോം, അതായത് ഫസ്റ്റ് വരുന്ന ആ ഫോം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ യൂസസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടെൻസ് ആണ്. കാരണം എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റ് വരുത്തുന്ന ഒരു ടെൻസ് കൂടിയാണത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, യൂഷ്വലി ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് എന്തായാലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പറ്റാവുന്നിടത്തോളം ഈ ടെൻസസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഓർത്ത് വെക്കുക. അതേപോലെ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആരോടെങ്കിലും സംസാരിക്കാൻ ഇതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരോടും ഇതേപോലെ എന്തെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോക്കുക. അപ്പൊ ഈ ടെൻസും കൂടി അതിന്റെ കൂടെ എന്താ പറയാ ഓർത്ത് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് യൂസ്ഡ് ആവും. നമുക്ക് ഇതേപോലെ എല്ലാം ബൈ ഹാർട്ട് എന്നുള്ള രീതിക്ക് വെച്ച് ഇങ്ങനെ പഠിക്കേണ്ടി വരില്ല. അപ്പൊ അതിന്റെ ഫസ്റ്റ് യൂസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്നും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും, ഹാബിറ്റ്സ് എന്ന് പറയും, നമ്മുടെ ഹാബിറ്റ്സ്. അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നും ചെയ്യുന്നതായിരിക്കും ഹാബിറ്റ്സ് എന്ന് പറയുക. അതേപോലെ റിപ്പീറ്റഡ്ലി നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ആക്ഷൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിനെയോ പറ്റി നമ്മൾ പറയുമ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ. അപ്പം നമ്മള് യോഗ എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യോഗ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു യോഗ ചെയ്യുമ്പോൾ പറയാണ്, ഐ ആം ഡൂയിങ് യോഗ എവറി ഡേ അറ്റ് മൈ ഹൗസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മോസ്റ്റ്ലി എല്ലാവരും പറയുക. പക്ഷെ അതൊരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം യോഗ എവറി ഡേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് ആയിരിക്കും, ഒരു വീക്കിൽ 2 പ്രാവശ്യം. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷനാണ്. അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻസ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയണം. അപ്പോൾ ഐ ഡു യോഗ എവറി ഡേ എന്ന് വേണം പറയാൻ. ഐ ആം ഡൂയിങ് യോഗ എന്ന് പറയുമ്പം അത് വേറൊരു ടെൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഹാബിറ്റ്സ് കാണിക്കും. ഇപ്പൊ ഇവിടെ 2 എക്സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെയാണ് ഷീ ഡ്രിങ്ക്സ് മിൽക്ക് എവറി ഡേ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ദിവസവും പാല് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് യൂസ് ചെയ്യണം? സബ്ജക്റ്റിന് ശേഷം അതിന്റെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദ വെർബാണ്, അതായത് V1 ഫോം ആയിരിക്കണം. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരെണ്ണാണ്, നമ്മൾ പറയും സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയും. അത് നമ്മൾ എടുക്കും ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ മനസ്സിലാകാൻ പാകത്തിന് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ സബ്ജക്റ്റും വെർബും എപ്പോഴും ഒരുമിച്ച് ആയിരിക്കും പോവുക. അവർ രണ്ടുപേരും ഒരേ രീതിയിൽ പോകുന്ന ആൾക്കാരാ. അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഇഫ് സബ്ജക്ട് ഈസ് പ്ലൂറൽ ദെൻ വെർബ് ഷുഡ് ബി പ്ലൂറൽ. ഓക്കെ, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. സബ്ജക്ട് സിംഗുലർ അങ്ങനെയാണെങ്കിൽ വെർബ് സിംഗുലർ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ ഷീ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലെ? ഷീ ആണ് ഇവിടെ പാല് കുടിക്കുന്ന ആൾ. അപ്പൊ ഷീ ആണ് സബ്ജക്ട്, അതൊരു സിംഗുലർ ആണ് അല്ലെ? ഒരാളെ ഉള്ളൂ. അപ്പൊ ഡ്രിങ്ക് എന്നുള്ളതാണ് ശരിക്കും അതിന്റെ മെയിൻ വെർബ്. ആ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെർബും അത് ശരിക്കും അത് പ്ലൂരലിലാണ് ഇരിക്കുക. പ്ലൂരൽ ഇൻ ഫോം എന്നാ പറയാ എല്ലാ വെർബും. അതായത് ഇപ്പൊ നമ്മൾ പറയാ ജമ്പ് എന്ന് പറഞ്ഞാലും റൈറ്റ് എന്ന് പറയാ, സിങ്,
ഡാൻസ്, റൈറ്റ്, അങ്ങനെ റൺ, എന്ത് അങ്ങനെയുള്ള എല്ലാ ആക്ഷൻ വേർഡ്സും അല്ലെങ്കിൽ വെർബും പ്ലൂറൽ ഫോമിലാണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുക. ഇനി അതിനെ നമ്മൾ സിംഗുലർ ആക്കാൻ നേരത്താണ് എന്ത് ചെയ്യുക? എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ IES എന്നുള്ളത് ആഡ് ചെയ്യുക. ഇപ്പൊ ഷീ ക്രൈസ് അല്ലെങ്കിൽ ബേബി ക്രൈസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ CRYന് ശേഷം നമ്മൾ IES ആക്കുന്നത് ആ ക്രൈ എന്നുള്ള വെർബ് ശരിക്കും പ്ലൂറൽ ആണ്. പക്ഷെ ബേബി എന്നുള്ളത് സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെർബിനെ സിംഗുലർ ആക്കാൻ നോക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ Y മാറ്റിയിട്ട് IES എന്നുള്ളത് ആഡ് ചെയ്യും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഷീ കഴിഞ്ഞിട്ട് ഡ്രിങ്ക് എന്നുള്ളത് പ്ലൂറൽ ഫോം ആയതുകൊണ്ട് നമ്മൾ അതിനെ സിംഗുലർ ആക്കാൻ നോക്കുക. അപ്പം ഷീ കഴിഞ്ഞിട്ട് ഡ്രിങ്ക്സ് എന്ന് വരും. ഷീ ഡ്രിങ്ക്സ് മിൽക്ക് എവറി ഡേ. അതേപോലെ റാം ഓഫൺ യൂസസ് ഹിസ് ലാപ്ടോപ്പ് എന്നാ പറയാ. ഓഫൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും, അതൊരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ ആണ്. അപ്പൊ റാം മിക്കപ്പോഴും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. റാം ഓൾവേസ് യൂസസ് എന്ന് പറയാം, ഓഫൺ യൂസസ് എന്ന് പറയാം, റെഗുലർലി, അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഈ റെഗുലർലി, എവറി ഡേ, ഓഫൺ, ഒക്കേഷണലി, ഫ്രീക്വന്റ്ലി, ഇങ്ങനെയുള്ള വേർഡ്സ്, അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത്, അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക്, അല്ലെങ്കിൽ ട്വൈസ് എ ഡേ, അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ എന്താണ്? റെഗുലർലി അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന ആക്ഷൻസിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യും. ഇവിടെ റാം സബ്ജക്റ്റ് ആണ്, അത് സിംഗുലർ ആണ്, അതുകൊണ്ട് യൂസിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് അതിനെ എന്താക്കി? സിംഗുലർ ആക്കി മാറ്റുന്നു. അപ്പൊ റാം ഓഫൺ യൂസസ് ഹിസ് ലാപ്ടോപ്പ് എന്നായി. അതാണ് നമ്മളുടെ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതിന്റെ സെക്കൻഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്സ് പറയാൻ നേരത്താണ്. അതായത് ചില കാര്യങ്ങൾ ഉണ്ടാകും, അത് എന്തായിരിക്കും? അത് അങ്ങനെ തന്നെയാണ്, നമുക്ക് ആർക്കും തന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. അതായത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു ശരിക്കും ഒരു എന്താ പറയാ യൂണിവേഴ്സൽ ആയുള്ള ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് ആണ്. നമുക്ക് അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റാൻ പറ്റില്ല, അല്ലെ? അതങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ അതേപോലെ തന്നെ നമ്മൾ സൺ എടുക്കുകയാണെങ്കിൽ എന്താ? സൂര്യൻ എന്താണ്? സെറ്റ് ചെയ്യുന്നതിനെയും അതേപോലെ റൈസ് ചെയ്യുന്നതിനും ഉദിക്കുന്നതിനെയും പറ്റിയിട്ട് നമ്മൾ പറയില്ലേ? അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു അല്ലെങ്കിൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയുന്നതൊക്കെ അത് അങ്ങനെയാണ്, അല്ലെ? ഒരു ദിവസം എന്താ പടിഞ്ഞാറ് ഉദിച്ചു, പിറ്റേ ദിവസം കിഴക്ക് ഉദിച്ചു, അങ്ങനെയല്ല. അത് സ്ഥിരം അങ്ങനെയാണ്. അത് ആർക്കുമേ മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. ഇനി അടുത്ത യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചില സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് കാണും, അല്ലെ? ചില എന്താ പറയാ തിയറി ബേസ്ഡ് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ളതും നമുക്കൊരു ഇതേപോലെ തന്നെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് എന്താ പറയാ നാച്ചുറലി അങ്ങനെയാണ്. അപ്പൊ സയന്റിഫിക്കലി എന്താ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സയന്റിഫിക് ട്രൂത്ത്സ് അല്ലെങ്കിൽ ഫാക്ട്സ് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ആ വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെന്നുള്ളത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അപ്പൊ വാട്ടറിന് ശേഷം നമ്മൾ ബോയിലിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് അതിനെ സിംഗുലർ ആക്കുന്നു, വാട്ടർ ബോയിൽസ് എന്നാക്കി മാറ്റും. ഇനി അടുത്തൊരു യൂസ് ആണ്, ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്തായിരിക്കും സെയിം ആയിട്ട് തന്നെ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ കസിൻസോ ഒക്കെ ഇതേപോലെ പുറത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിവിടെ വരുന്നുണ്ടാവില്ല. അവരെന്താണ് കുറെ വർഷങ്ങളായിട്ട് ചിലപ്പം നാളുകളായിട്ട് അവിടെയായിരിക്കും താമസിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? മൈ കസിൻ ലിവ്സ് ഇൻ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ അതിനർത്ഥം അവര് ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. അത് ഒരുപാട് നാളുകളായിട്ടും അങ്ങനെ തന്നെയാണ്. അതേപോലെ ഒരു ജോബിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജോലി ചേഞ്ച് ആവുന്ന ജോലിയല്ല. ഒരു കമ്പനിയിൽ കയറി ആ കമ്പനിയിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിനൊരു മാറ്റമില്ല, അല്ലെ? ആ സ്റ്റേറ്റിന് ഒരു മാറ്റമില്ല. അതേ ഡിപ്പാർട്ട്മെന്റിൽ അതേ ജോലി തന്നെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ വേറെ ജോലി ആയിക്കോട്ടെ, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് സെയിം ആകാൻ ചിലപ്പം സെയിം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിൽക്കുന്നുണ്ടാകും. അപ്പൊ അതൊക്കെ ഒരു ലോങ് ആയിട്ടുള്ള എന്താണ് ഒരേ രീതിയിൽ മാറ്റമില്ലാതെ തുടർന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ലൈക്ക് മൈ ഫാദർ വർക്ക്സ് ഇൻ ദ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ്. എന്റെ അച്ഛൻ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പൊ അത് മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ ദ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് എന്ന് കുറെ ആൾക്കാർ പറയും. പക്ഷെ നമുക്ക് അവിടെ ING ഫോം വെച്ച് കണ്ടിന്യൂഷൻ കാണിക്കേണ്ട കാര്യമില്ല. മൈ ഫാദർ വർക്ക്സ് ഇൻ ദ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ അതിനർത്ഥം അച്ഛൻ കുറെ നാളുകളായി റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലാണ്, അതേപോലെ ഇപ്പോഴും റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലാണ് എന്നാണ്. പിന്നെ വേറൊരു ചെറിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇപ്പൊ ലൈവ് ആയിട്ട് എന്തെങ്കിലും കമന്ററി ഒക്കെ കേട്ടിട്ടില്ലേ, സ്പോർട്സിലൊക്കെ കേട്ടിട്ടില്ലേ, അത് അപ്പപ്പ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പ തന്നെ പറയുന്നതാ. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പപ്പ തന്നെ പറയുമ്പോൾ അറിയാലോ, അത് പ്രസന്റ് ടെൻസിലായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് യൂസ് ചെയ്യേണ്ടി വരാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ എന്താ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസിനെയോ ഹാബിറ്റ്സിനെയോ കാണിക്കാൻ യൂസ് ചെയ്യുന്നു. അതേപോലെ യൂണിവേഴ്സൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത്സിനെ കാണിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യും. അതേപോലെ സയന്റിഫിക് ഫാക്ട്സ് അല്ലെങ്കിൽ ട്രൂത്ത്സ് പറയുമ്പോൾ ഇനി ചില കാര്യങ്ങൾ ഒരുപാട് നാള് എന്താ ചേഞ്ച് ഇല്ലാതെ സെയിം ആയിട്ട് പോകുന്ന സമയങ്ങളിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. പിന്നെ ലൈവ് ആയിട്ട് എന്തെങ്കിലും എന്താണ് അങ്ങനെ ഒരു ആക്ഷൻ നടന്നത് അത് എങ്ങനെയാണോ നടക്കുന്നത് അത് അങ്ങനെ തന്നെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഇനി അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 ഫോം ആണ്. വെർബിന്റെ V1 ഫോം വേണം യൂസ് ചെയ്യാൻ. അതിനുശേഷം വേണം ഒബ്ജക്റ്റ് ആഡ് ചെയ്യാനായിട്ട്. അപ്പം ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അശ്വതി അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സാർ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നോണ്ട് ഇപ്പൊ ഞാനും കൂടി പറയുമ്പോൾ അത് നന്നായിട്ട് ക്ലിയർ ആവണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഇവിടെ നമ്മൾ വെർബ് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആം ഓർ ഈസ് ഓർ ആർ വി ഹാവ് ടു യൂസ്. അതായത് സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഐ ആണ് സബ്ജക്റ്റിന് ആം യൂസ് ചെയ്യുക, അല്ല ഹി ഷീ ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യുക, ദേ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കാണിക്കുക, അങ്ങനെ പ്ലൂറൽ ആയിട്ട് വരുന്ന സബ്ജക്ട് വരുമ്പോൾ ആർ യൂസ് ചെയ്യുക. അതിനുശേഷം വെർബിന്റെ കൂടെ ING ഫോം ആഡ് ചെയ്യണം. കാരണം കണ്ടിന്യൂവേഷനെ കാണിക്കുമ്പോഴാണ് നമ്മൾ ING ഫോം വെർബിന്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി ഈ പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം അല്ലെ. ഇപ്പോ അറ്റ് പ്രസന്റില് നൗ വൺ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അല്ലെ, ഓൺ ഗോയിങ് ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് മറക്കരുത്. റൈറ്റ് നൗ ഇഫ് എനി action is going on right now or at the time of speaking or at present, then we must use present continuous tense. അതില് സബ്ജക്റ്റിന് ശേഷം ആം ഓർ ഈസ് ഓർ ആർ യൂസ് ചെയ്ത് ING ഫോം ഓഫ് ദ വേർബ് വേണം യൂസ് ചെയ്യാൻ. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം റീഡിങ് എ ബുക്ക്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയാണ് ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പം കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുക the listener will understand that you are reading a book right now എന്നാണ് മനസ്സിലാക്കുക. അതായത് ഇപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്ന ആള് മനസ്സിലാക്കുക. ഓക്കെ, നൗ അറ്റ് പ്രസന്റ്. അതേപോലെ മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ. അതായത് എന്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതിനർത്ഥം എന്താ? ഇപ്പോ അറ്റ് പ്രസന്റ് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇനി ചില സമയങ്ങളിൽ നമ്മള് ചിലപ്പോ പറയും, എന്താ പറയാ, ഞാൻ ഒരു ഹാബിറ്റ് ഉണ്ടാവും, റീഡിങ്ങിന്റെ ഹാബിറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചില ഹാബിറ്റില് നമ്മൾ റെഗുലർലി അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടവിട്ട് ബുക്സ് ചിലപ്പോൾ വീട്ടിൽ വായിക്കുന്നുണ്ടാകും. അപ്പൊ നമ്മൾ വായിക്കാനായിട്ട് സ്പെസിഫിക്കലി ഇഷ്ടമുള്ള ഒരു ബുക്ക് എടുത്തിട്ടുണ്ടാവും. ആ ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും വീട്ടില്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതേപോലെ തന്നെ ഐ ആം റീഡിങ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്, അല്ലെങ്കിൽ ഐ ആം റീഡിങ് ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു നോവലോ ഒരു സ്റ്റോറിയോ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനർത്ഥം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ വായിച്ചുകൊണ്ടിരിക്കാന്നല്ല. എന്താണ് അതിനർത്ഥം? ആ ആക്ഷൻ റൈറ്റ് നൗ അത് നടക്കണമെന്നില്ല, പക്ഷെ എന്താണ്, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ മീൻസ് അറ്റ് പ്രസന്റ്, ഈ പ്രസന്റ് ടൈമിൽ ഞാനത് വായിക്കുന്നുണ്ട്, ആ നോവൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം?
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതായത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് വെച്ചാൽ അറിയാലോ, തൊട്ടടുത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ടു ടോക്ക് അബൌട്ട് പീപ്പിൾസ് പ്ലാൻസ് ഓർ അറേഞ്ച്മെന്റ്സ് ഫോർ ദ ഫ്യൂച്ചർ. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന ചില കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ചില അറേഞ്ച്മെന്റ്സും ഒക്കെ ഉണ്ടാവും. ഫ്യൂച്ചറിലേക്കായിരിക്കും, പക്ഷെ അത് ഓൾറെഡി അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നതാണ്, അടുത്ത് തന്നെ അത് നടക്കാൻ പോകുന്നുണ്ട്. അതാണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ലൈക്ക് ഐ ആം ഫ്ലൈയിങ് ടു പാരീസ് ടുമോറോ. ഓക്കെ, അവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എടുത്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഐ വിൽ ഫ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. കാരണം അത് തൊട്ടടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. ലൈക്ക് വി ആർ ഓർഗനൈസിങ് എ ഫൺ ഫെസ്റ്റ് നെക്സ്റ്റ് സാറ്റർഡേ. അടുത്ത സാറ്റർഡേ ആണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഒരു ഫൺ ഫെസ്റ്റ്. അത് ഓൾറെഡി നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണ് നടത്താനായിട്ട്. അപ്പൊ നെക്സ്റ്റ് സാറ്റർഡേ എന്നുള്ള ടൈമും ഫിക്സ് ചെയ്തു. അപ്പൊ നമ്മളിത് വേറെ ഒരാളോട് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? വി ആർ ഓർഗനൈസിങ് ഓർ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ്, വി ആർ ഗോയിങ് ടു കണ്ടക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ING ഫോമോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പറയുന്ന കാര്യങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു ടെൻസ് വരുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആക്ഷൻസ് എന്ത് ചെയ്യും? ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പക്ഷെ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോ. പക്ഷെ അതിന്റെ എന്തെങ്കിലും ഒരു ഇഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷനോ നമുക്ക് ഇപ്പോ ഈ പ്രസന്റിൽ നമുക്ക് ഉണ്ടാകും. അതായത് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമായിട്ട് ആ കഴിഞ്ഞു പോയ കാര്യത്തിന് ഒരു കണക്ഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ ആ കഴിഞ്ഞു പോയ കാര്യത്തിന്റെ എന്തെങ്കിലും ഒരു ഒരു ഇഫക്റ്റ് എന്തെങ്കിലും നമുക്ക് ഇപ്പൊ നടക്കുന്ന ഈ കാര്യത്തിലും കാണാൻ സാധിക്കും. രണ്ടുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് എന്നുള്ളപ്പോഴാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിനും പ്രസന്റിനും ഇടയിലുള്ള ഒന്നാണ്, രണ്ടുമായി കണക്ഷൻ ഉള്ള ഒന്നാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് സെർച്ച്ഡ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഐ ഹാവ് സെർച്ച്ഡ് മൈ കീ ബട്ട് ഐ കുഡിന്റ് ഫൈൻഡ് ഇറ്റ് എന്നുള്ളൊരു സിമ്പിൾ എക്സാമ്പിൾ. ഇത് ഞാൻ വേറെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എക്സാമ്പിൾ. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ ഇവിടെ പറയാണ് ഐ ഹാവ് സെർച്ച്ഡ് മൈ കീ, മൈ കാർ കീ ബട്ട് ഐ കുഡിന്റ് ഫൈൻഡ് ഇറ്റ് ആൻഡ് ഐ വാസ് ലേറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ബി ലേറ്റ് ഫോർ മൈ മീറ്റിംഗ് എന്ന് പറയാണ്. അതിനർത്ഥം എന്താ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് പോകാൻ ലേറ്റ് ആവും. അപ്പം ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കുന്നത് നീ എന്താ ചെയ്യുന്നത്, മീറ്റിങ്ങിന് പോകണില്ലേ, ലേറ്റ് ആവില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാണ് ഐ ഹാവ് സെർച്ച്ഡ് മൈ കീ ഓർ ഐ ലോസ്റ്റ് മൈ കാർ കീ, ഐ ഹാവ് സെർച്ച്ഡ് ഫോർ ഇറ്റ് ബട്ട് ഐ കുഡിന്റ് ഫൈൻഡ് ഇറ്റ്. അതായത് എന്റെ കാർ കീ ഞാൻ ലോസ്റ്റ് ചെയ്തു, നഷ്ടപ്പെടുത്തി. ഐ ഹാവ് സെർച്ച്ഡ് ഫോർ ഇറ്റ് എന്ന് ഞാൻ യൂസ് ചെയ്യുമ്പോൾ അത് എന്ത് ഇഷ്ടമാണ്. ഇപ്പോ ഐ ഹാവ് ലോസ്റ്റ് മൈ കാർ കീ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ആ ഐ ഹാവ് ലോസ്റ്റ് മൈ കാർ കീ എന്നുള്ളതിന് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്കത് എന്തിൽ യൂസ് ചെയ്യാം? പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാം, പ്രസന്റ് പെർഫെക്റ്റില്. ഐ ഹാവ് സെർച്ച്ഡ് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? ഇപ്പൊ ഞാനത് സെർച്ച് ചെയ്ത് കഴിഞ്ഞു, ഓക്കെ, പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പോഴും അതിന്റെ ഒരു കണക്ഷൻ നിലനിൽക്കുന്നുണ്ട് അല്ലെ? സെർച്ച് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്, പക്ഷെ അത് കിട്ടാത്തോണ്ടുള്ള എഫക്ട്സ് നമുക്ക് ഇനി പ്രസന്റിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി ഈ ടെൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബിന്റെ ഫോംസ് കറക്റ്റ് അറിയണം. അതായത് V1, V2, V3 ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന വെർബിന്റെ ഫോംസ് അല്ലെ? അതിൽ V1 ഫോം നമുക്ക് കുഴപ്പമില്ല അല്ലെ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ്. ബട്ട് V2 ആൻഡ് V3 ദാറ്റ് വി ഹാവ് ടു ബൈ ഹാർട്ട് ഓർ വി മസ്റ്റ് നോ ഹൗ ടു ഫോം V2 ആൻഡ് V3. അപ്പൊ V3 ഫോം ആണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുക. കാരണം ഇവിടെ സബ്ജക്റ്റിന് ശേഷം ഇമീഡിയറ്റ്ലി വി ഹാവ് ടു യൂസ് ഹാസ് ഓർ ഹാവ്. ഒരു സെന്റൻസിൽ ഹാസോ ഹാവോ വന്നിട്ടുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് അറിയാലോ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിലൊരു ചേഞ്ചും വരില്ല. അപ്പോ ഇവിടെ സബ്ജക്റ്റിന് ശേഷം
സബ്ജക്ട് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാസ് യൂസ് ചെയ്യാം. ഇനി സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ഹാവ് യൂസ് ചെയ്യാം. അതിനുശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോം വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്, ചില സമയങ്ങളിൽ നമ്മുടെ എക്സ്പീരിയൻസുകൾ, അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തതാകാം, അല്ലെങ്കിൽ നമുക്കുള്ള എന്താ പറയാ ഒരു സ്ഥലത്തുള്ള ഒരു ലാംഗ്വേജ്, നമ്മുടെ എന്താ പറയാ ഒരു സബ്ജക്റ്റിലുള്ള എക്സ്പീരിയൻസ് പറയാനാകാം. ഓക്കെ, അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസുകൾ പറയാൻ നേരത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ലൈക്ക് ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ? ഈ ബീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഫോംസ് ഉണ്ടല്ലോ, ആം, ഈസ്, ആർ, വാസ്, വർ, അതേപോലെ ബിഇ, ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബീയിങ്ങിന്റെ ഒക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. സോ ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രാൻസിൽ പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ പോയിട്ട്. അത് എത്ര തവണ പോയിട്ടുണ്ട് അതൊന്നും നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല, എപ്പോ പോയി എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ്, എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. അപ്പോ അവിടെ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ ജോആൻ ഹാസ് സ്റ്റഡീഡ് 2 ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിരിക്കുക. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അറിയാലോ, ജോആൻ എന്തുണ്ട്? 2 ഫോറിൻ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ ആൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ, ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ ഒരു അഡീഷൻ ആണ്, അഡീഷണലി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. സോ ജോആൻ ഹാസ് സ്റ്റഡീഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരു എന്താ പറയാ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ആക്ഷൻസ് ഇതേപോലെ എന്ത് നടന്നിട്ടുണ്ടാവില്ല, അതായത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും? ജസ്റ്റ് ഇപ്പൊ അങ്ങ് തീർന്നിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞ് നടന്നിട്ടേ ഉണ്ടാവുള്ളൂ. അതായത് ജസ്റ്റ് നൗ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ജസ്റ്റ് എന്ന് യൂസ് ചെയ്ത് പറയാറുണ്ട് ചിലപ്പോൾ, അതായത് ഇപ്പൊ അതങ്ങനെ നടന്നേ ഉള്ളൂ എന്ന് കാണിക്കാനായിട്ട്. സോ അങ്ങനെ ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻഡ് ഓൺലി എ ഷോർട്ട് ടൈം എഗോ, ജസ്റ്റ് തൊട്ട് മുമ്പ് നടന്ന ആക്ഷൻസിനെ കാണിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. അപ്പൊ ആ തൊട്ട് മുമ്പ് നടന്നു എന്ന് പറയാൻ നേരത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ജസ്റ്റ് വരും. ജസ്റ്റ് വെച്ചിട്ട് പറയും. ജസ്റ്റ് മാത്രമല്ല കേട്ടോ, വേറെ പല ഇത് നമ്മൾ യൂസ് ചെയ്യാം പ്രസന്റ് പെർഫെക്റ്റിൽ. അതായത് സ്റ്റിൽ, അതായത് ഇപ്പം ഷീ ഹാസ് നോട്ട് സബ്മിറ്റഡ് ഹെർ പ്രോജക്ട് യെറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴും അത് വച്ചിട്ടില്ല. അപ്പൊ യെറ്റ് ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതേപോലെ ഓൾറെഡി, റീസെന്റ്ലി, സോ ഫാർ, നെവർ, സ്റ്റിൽ, ഇങ്ങനെയുള്ള വേർഡ്സ് എല്ലാം തന്നെ നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഓൾമോസ്റ്റ് യൂസ് ചെയ്യാറ്. അതായത് ഇത് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ദാ ഇപ്പൊ അങ്ങോട്ട് നടന്നിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട് എന്ന് പറഞ്ഞേക്കാം. പറയാലോ, ദാ ഇപ്പൊ ഒരാളെ അന്വേഷിച്ചു വന്നാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് പറയാം? ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്, ദാ ഇപ്പൊ അങ്ങ് പുറത്തേക്ക് പോയുള്ളൂ അല്ലെ. അപ്പൊ ഷീ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ആ ആക്ഷൻ ദാ ഇപ്പൊ കഴിഞ്ഞുള്ളൂ എന്ന് കാണിക്കാൻ ജസ്റ്റ് എന്നുള്ള വേർഡ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം V3 ഫോം ഓഫ് ദ വേർബ് വെച്ചിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ ഐ ഹാവ് ജസ്റ്റ് കം ഹോം, ഞാൻ ദാ ഇപ്പൊ വീട്ടില് എത്തിയേ ഉള്ളൂ അല്ലേ. ഇപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും പോവാനൊക്കെ ഉണ്ടെന്ന് പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം കാണാൻ പോവാന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ പെട്ടെന്ന് വിളിക്കാണ്, പോവാൻ സമയം ഇനി വരണില്ലേ എന്ന് പറയുമ്പോ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എന്താ ഇപ്പൊ വീട്ടിൽ വന്നേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ വരാമെന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഐ ഹാവ് ജസ്റ്റ് കം ഹോം. ഇവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോ അത് കുറെ നാളുകൾക്ക് മുന്നേ തന്നെ നമ്മൾ നടന്നിട്ടുള്ള കാര്യമായിരിക്കും. അത് എന്തുണ്ടാവും? കുറച്ച് പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ നടന്നിട്ടുള്ള കാര്യത്തിന് ഒരു ചേഞ്ച് അനുഭവപ്പെടുക. അതായത് നമുക്ക് പറയാം അതിന്റെ ഒരു ഇഫക്റ്റോ ഒരു റിസൾട്ടോ ഒക്കെ നമുക്ക് എന്ത് കാണാം? ഈ പ്രസന്റിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ആ അന്ന് കണ്ടതിനേക്കാളും ഒരു വ്യത്യാസം ഇപ്പോ, അല്ലെങ്കിൽ അന്ന് നടന്നതിനും എന്താണ് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം, ആ ഒരു ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാണ്? ഒരു ഇംപ്രൂവ്മെന്റോ ഒരു ചേഞ്ചോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ഹാവ് ഗ്രോൺ സിൻസ് ദ ലാസ്റ്റ് ടൈം ഐ സോ യു. നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മളെ കുറെ നാൾ കൂടി ഒരാൾ കാണാണ്, അപ്പൊ എന്താണ്, ഞാൻ ലാസ്റ്റ് നിന്നെ കണ്ടത് ചിലപ്പോൾ 2 വർഷം മുമ്പായിരിക്കാം,
അല്ലെങ്കിൽ കുറെ നാൾ ചെറുപ്പത്തിൽ കണ്ടതായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം പിന്നെ കണ്ടു കഴിയുമ്പോൾ വരികയാണ്. ഓക്കെ, വളർന്ന് വലുതായി അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ച് വന്നു എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൈ ഇംഗ്ലീഷ് ഹാസ് റിയലി ഇംപ്രൂവ്ഡ് സിൻസ് ഐ മൂവ്ഡ് ടു ഓസ്ട്രേലിയ. ഓക്കെ, ഇവിടെ ഒരു എന്താണ് ചേഞ്ച് കാണാണ്, ഇംഗ്ലീഷ് യൂസേജിൽ ഒരു ചേഞ്ച് കാണാണ്. അത് എന്തിനു ശേഷം വന്ന ചേഞ്ചാ? ഒരു ആക്ഷൻ ഓൾറെഡി നടന്നു. അതായത് സിൻസ് ഐ മൂവ്ഡ് ടു ഓസ്ട്രേലിയ, ഓസ്ട്രേലിയക്ക് താമസം മാറിയതിന് ശേഷം അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയതിന് ശേഷമാണ് എന്ത് ഒരു ചേഞ്ച് വന്നു. എന്തിൽ? എന്റെ ഇംഗ്ലീഷിൽ ഒരു ചേഞ്ച് വന്നു എന്ന് കാണിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഇനി പ്രസന്റ് പെർഫെക്റ്റില് യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഫ്രേസ് ആണ് ഫോറും സിൻസും. ഈ ഫോറും സിൻസ് ഒക്കെ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ സിൻസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ഇന്ന സമയം മുതൽ എന്ന് കാണിക്കാൻ നേരത്താ. അതായത് സിൻസ് 1985, അല്ലെങ്കിൽ സിൻസ് ലാസ്റ്റ് മന്ത്, അല്ലെങ്കിൽ സിൻസ് ജാനുവരി. അങ്ങനെ ആ ഇന്ന സമയം മുതൽ എന്ന് പറയുമ്പോഴാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് നമ്മൾ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയാണ്. ഫോർ 5 years അല്ലെങ്കിൽ 10 years. ഓക്കെ, ആ ഇത്ര ടൈം എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ഫോർ ഉപയോഗിക്കാം. അത് സ്പെസിഫൈ ചെയ്യാതെ ഇന്ന സമയം മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിൻസ് ഉപയോഗിക്കും. ഇപ്പൊ ഐ ഹാവ് നോൺ ഹിം സിൻസ് ചൈൽഡ്ഹുഡ് എന്നാണ് പറയാ. നമ്മൾ എപ്പോഴും പറയും അല്ലെ, ഇപ്പൊ ഫ്രണ്ട്സിന് ആരെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അവനെ ചെറുപ്പം മുതലേ അറിയാം, എനിക്ക് അല്ലെങ്കിൽ അവളെ ചെറുപ്പം മുതലേ അറിയാം എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇവിടെ? ഇനിയിപ്പോ അങ്ങനെ സെന്റൻസുകൾ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ ഓർത്തു വെക്കുക, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതല്ലേ. അപ്പൊ ഓർത്തു വെക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് മനസ്സിൽ എന്തായാലും ഓർത്തു വെക്കണം. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഐ ഹാവ് ആണ്. നോന്റെ അറിയാലോ, V3 ഫോം ഓഫ് ദ വേർബ് നോ ന്യൂ നോൺ ആണ്. അപ്പൊ നോൺ എഴുതി ഹിം സിൻസ് ചൈൽഡ്ഹുഡ്, ചെറുപ്പം തൊട്ടേ എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, ഇനി അതാണ് ഒരു എക്സാമ്പിൾ ഉള്ളത്. ഇത്രയാണ് ശരിക്കും എന്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ യൂസ്. മെയിൻ ആയിട്ട് ഇത്രയും ഓർത്തു വെക്കുക, നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് തൊട്ടു മുമ്പ് നടന്ന ഒരു ആക്ഷനെ കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് ജസ്റ്റ് വെച്ചിട്ടാണ് കൂടുതലും നമ്മൾ പറയാ, അല്ലെങ്കിൽ ഓൾറെഡി എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് എവർ, സ്റ്റിൽ, യെറ്റ് എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പറയും. ഇനി അടുത്തൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്, പാസ്റ്റിൽ നടന്നൊരു കാര്യമായിരിക്കും, പക്ഷെ അതിന് എന്തെങ്കിലും ഒരു കണക്ഷൻ പ്രസന്റിൽ കാണാം, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് പ്രസന്റിലും കാണാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പറയാ. അതേപോലെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയാൻ നേരത്തെ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം, അല്ലെങ്കിൽ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം, അല്ലെങ്കിൽ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കൊരു ചേഞ്ച്, ഒരു കാര്യം നടന്നു, ആ നടന്നതിന് ശേഷം നമുക്ക് എന്താണ് ഒരു ചേഞ്ച് ആ കാര്യത്തിൽ ഫീൽ ആയിട്ട് ഒരു റിസൾട്ട് പോലെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് പറയാം. അതേപോലെ ഫോറും സിൻസും യൂസ് ചെയ്ത സെന്റൻസുകൾ പറയുമ്പോൾ നമുക്ക് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവിന്റെ കൂടെ V3 ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യുക. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഈ പ്രസന്റ് ടെൻസുകളെല്ലാം നമുക്ക് അത്ര എന്താ പറയാ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കത് പെട്ടെന്നേ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എവിടെയാ? ഇൻ ദ റീസെന്റ് പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസന്റ്. മനസ്സിലായോ? അതായത് ഒരു ആക്ഷൻ, ആ ആക്ഷൻ എന്ത് ചെയ്തു? ഓൾറെഡി പാസ്റ്റില് സ്റ്റാർട്ടായി, അതിനുശേഷം എന്താണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. പ്രസന്റ് പെർഫെക്റ്റ് എന്തായിരുന്നു? പാസ്റ്റിൽ നടന്നു, പക്ഷെ അതിന്റെ എന്തെങ്കിലും ഒരു ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ആക്ഷൻ നടന്നിട്ട് ജസ്റ്റ് ഇപ്പൊ സ്റ്റോപ്പ് ആയി, പ്രസന്റിൽ നമ്മൾ വേറൊരു കാര്യത്തിന് വന്നപ്പോഴത്തേക്കും ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നിന്നുപോയി, അല്ലെങ്കിൽ എന്താണോ ഒരാള് പറഞ്ഞുകൊണ്ടിരുന്നത് നിർത്തി, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ്. പക്ഷെ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പം
പാസ്റ്റിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും, അത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇപ്പോ ഈ പ്രസന്റിലും അത് എന്ത് ചെയ്യുന്നുണ്ടാകും, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്രസന്റ് കണ്ടിന്യൂസിനും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും നമുക്ക് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാം. അതായത് പ്രോഗ്രസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂവേഷനെ കാണിക്കുന്നോണ്ടാണ്. അതായത് അത് പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് മൂവ് ചെയ്യുന്നു. പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നോണ്ടാണ് അതിനെ പ്രോഗ്രസീവ് ടെൻസ് എന്ന് വിളിക്കുക. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയാം. അതേപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയാം. കണ്ടിന്യൂസിന് പകരം നമുക്ക് പ്രോഗ്രസീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ പ്ലേയിങ് ഇൻ ദ റെയിൻ ചോദിക്കാം. ഇതും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെൻസാ അല്ലേ? ഇപ്പൊ കുട്ടികളോടൊക്കെ ഇപ്പൊ ഇടയ്ക്കൊക്കെ മഴ പെയ്യും, ഭയങ്കര ചൂടാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ മഴ പെയ്യുമ്പോ എന്താണ്, കുട്ടികൾക്ക് ഒരു രസമായിരിക്കും മഴയത്തൊക്കെ ഇറങ്ങി കളിക്കാനായിട്ട്. ഇപ്പൊ വീട്ടിൽ ആളില്ലാത്ത നേരത്താണെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും പുറത്തിറങ്ങരുതെന്ന്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോ എന്തായിരിക്കും, മഴ തുടങ്ങി, മഴ കൊണ്ട് മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ചോദിക്കില്ലേ, നീ എത്ര നേരമായിട്ട് ഇപ്പൊ മഴയത്ത് കളിച്ചു, എപ്പോഴാ നീ മഴയത്ത് കളിക്കാൻ തുടങ്ങി, എപ്പൊ തുടങ്ങി നീ മഴയത്ത് കളിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ എന്നൊക്കെ ചോദിക്കാറില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കാര്യം, അതായത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, മഴ തുടങ്ങിയ ആ കുട്ടി എന്താണ് മഴയത്തുണ്ട്, ആ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഒക്കെ ആ മഴയത്ത് നിൽക്കുക അല്ലെ? അപ്പൊ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ചിലപ്പം പ്രസന്റിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അതിന്റെ കൂടെ ചിലപ്പോൾ അത് നിൽക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ആള് കയറി വരുമ്പോ ആ ആക്ഷൻ എന്താ നിൽക്കുകയും ചെയ്തു. അപ്പൊ എന്താണ്, അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് നമ്മൾ പറയാം. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നപ്പോ എന്തായിരുന്നു, അതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമേ ഉള്ളൂ. അതായത് നൗ അറ്റ് പ്രസന്റില്, ഇപ്പോ ഈ മൊമെന്റില്, ടൈം ഓഫ് സ്പീക്കിങ്ങില് ഒരു ആക്ഷൻ ചെറിയൊരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ കുറച്ചു നേരം മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും, പാസ്റ്റിലേ ആരംഭിച്ചിട്ടുണ്ടാവും, അത് കഴിഞ്ഞത് കുറെ നേരത്തേക്ക് പോരും. അങ്ങനെ പ്രസന്റിലും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ പ്രസന്റിൽ അത് നിൽക്കാനും സാധ്യതയുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ ഹാവ് ബീൻ റിപ്പയറിംഗ് ദിസ് ടി വി സിൻസ് മോർണിംഗ്. ഓക്കെ, രാവിലെ തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടി വി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ആക്ടിവിറ്റി സ്റ്റാർട്ട് ആയത്, ടി വി റിപ്പയർ ചെയ്യുന്ന ഈ ആക്ഷൻ സ്റ്റാർട്ട് ആയത് മോർണിംഗിലാണ്. ഓക്കെ, രാവിലെ സ്റ്റാർട്ടായി, പക്ഷെ ഇപ്പൊ ഉച്ചയായി കാണും ചിലപ്പോ. ഓക്കെ, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോഴും ആ ടി വി റിപ്പയർ ചെയ്യുന്നത് തീർന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കുറെ നേരം മുമ്പേ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റി ആണ്, അത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും, ദേ ഹാവ് ബീൻ റിപ്പയറിംഗ് ദിസ് ടി വി എന്ന് പറയും. ഇനി സിൻസ് മോർണിംഗ് എന്നുള്ളത് എന്താണ്, ഇവിടെയും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ മാത്രമല്ല പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഫോറും സിൻസും യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് മോർണിംഗ് തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാൻ സിൻസ് യൂസ് ചെയ്യും. ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലായി കാണുമല്ലോ. എന്താണ്, സബ്ജക്റ്റിന് ശേഷം ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ യൂസ് ചെയ്യണം. അത് ആ കണ്ടിന്യൂവേഷൻ, അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ടാണ്. അപ്പൊ ING ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, സബ്ജക്റ്റിന് ശേഷം സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ യൂസ് ചെയ്തിട്ട് ING ഫോം ഓഫ് ദ വെർബ് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. നമ്മൾ പറയാറുള്ളതാ അല്ലെ, ഞാൻ ഇവിടെ 2 മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോ ഓൾറെഡി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്കൂറായിട്ടും ആ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോഴും അവരവിടെ നിൽക്കുക, നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. ഇവിടെ 2 മണിക്കൂർ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കൊണ്ട് എന്ത്, ആ ടൈം ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നു ടൈമിന് മുന്നേ. ഓക്കെ, അതാണ് ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് മെയിൻ യൂസ് ആയിട്ട് വരിക. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ട കാര്യം വരിക എപ്പോഴാന്ന് ചോദിച്ചാൽ, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഈ ആക്ഷൻ. അതായത് ഇതേപോലെ തന്നെ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നടന്ന ഒരു ആക്ഷൻ ഒക്കെ ആയിരിക്കും, കുറെ നേരം ആക്ഷൻ നടന്നിട്ടുണ്ടാവും, അത് പാസ്റ്റിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. പക്ഷേ അതിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴും കാണാൻ പറ്റും.
അപ്പൊ നമ്മൾ പറയാണ് ഐ ആം വെരി ടയേർഡ്, ഞാൻ വളരെ ടയേർഡ് ആണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. അതിന്റെ കാരണം ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ കുറെ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോ ആ ആക്ഷനെ കാണിക്കാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഐ ആം വെരി ടയേർഡ് ബിക്കോസ് ഐ ഹാവ് ബീൻ ഡാൻസിങ്. ഐ ഹാവ് ബീൻ ഡാൻസിങ്, ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ പ്രാക്ടീസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസോ കോമ്പറ്റീഷനോ ഒക്കെ ഉള്ളപ്പോ അങ്ങനെയല്ലേ, രാവിലെ തുടങ്ങി എന്ത് ചെയ്യും, പ്രാക്ടീസ് സ്റ്റാർട്ട് ആവും, പിന്നെ ഒരു കുറേ നേരത്തേക്ക് ഉച്ച വരെയൊക്കെ പ്രാക്ടീസ് അങ്ങ് പോകും. ആ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും കൂടി നിന്നിട്ട് പറയും, ഹോ അവശതയായി, ആകെ തളർന്നു, ഇത്രയും നേരം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, രാവിലെ തൊട്ട് ഇത്രയും നേരം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാറില്ലേ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് പ്രസന്റ് ടെൻസിന്റെ യൂസസ്. ഇത് ക്ലിയർ ആണോ പ്രസന്റ് ടെൻസ്? അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച്, അതായത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻസ് പറയാം. അപ്പൊ അതിന്റെ ആൻസർ പറയണം കേട്ടോ. അത് എഴുതാനാണ് സുഖമെങ്കിൽ എഴുതാം, അല്ല ഇനിയിപ്പോ പറയാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇൻബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം, കറക്റ്റ് ആയിട്ട് മാക്സിമം കറക്റ്റ് ആക്കാൻ നോക്കുക. പേപ്പറും പേന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പിടിച്ചോളൂ കേട്ടോ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സുഖമായിരിക്കും. ഇനിയിപ്പൊ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ക്രോസ് മാർക്ക് ഇടാൻ മറക്കണ്ട, എന്നാലാണ് ആ തെറ്റ് എന്താണ് വരുത്തിയെന്നുള്ളത് മനസ്സിലാവുള്ളൂ, ഏത് ടെൻസാ തെറ്റിച്ചെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് പറയട്ടെ. ഫസ്റ്റ് സെന്റൻസ്, ഐ യൂഷ്വലി ഡാഷ് എ കപ്പ് ഓഫ് കോഫി ഇൻ ദ മോർണിംഗ്. I usually dash a cup of coffee in the morning. അവിടെ ഡ്രിങ്ക് ആണ് യൂസ് ചെയ്യേണ്ട വെർബ്. ഓക്കെ, യൂസ് ചെയ്യേണ്ട വെർബ് ഡ്രിങ്ക് ആണ്. അപ്പൊ ആ സെന്റൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് അത് യൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെ സെന്റൻസ് യൂസ് ചെയ്യും, ആ വെർബ് എങ്ങനെ യൂസ് ചെയ്യും? ഐ യൂഷ്വലി കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരിക? ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ് ആണോ ഡ്രിങ്ക് ആണോ? ഡ്രിങ്ക്. ഡ്രിങ്ക് വരിക കേട്ടോ. അത് ഇതേപോലെ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യം അല്ലെ, ഡ്രിങ്ക്സും ഡ്രിങ്കും ആ ഒരു ഐ വരുമ്പോഴാണ് ആ പ്രശ്നം വരിക. ഇപ്പൊ ഹി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ്, ഷീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് അല്ലെ, വളരെ സുഖമാണ്. പക്ഷെ ഐ വരുമ്പോ എന്താണ്, ഒന്ന് ഞാൻ എന്നാണ് കാണിക്കുന്നതെങ്കിലും നമ്മൾ അതിന്റെ കൂടെ എപ്പോഴും ആഡ് ചെയ്യുക, ഐയുടെ കൂടെ എപ്പോഴും ആഡ് ചെയ്യുന്നത് പ്ലൂറൽ വെർബ് ആയിരിക്കും എപ്പോഴും ആഡ് ചെയ്യുക കേട്ടോ. അത് ഒരു എക്സെപ്ഷൻ ആണ്, നമുക്ക് എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഉള്ള ഒന്നാണ് എക്സെപ്ഷൻസ് വരിക, അതായത് റൂൾസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് മാറിയിട്ടും ചില കാര്യങ്ങൾ വരും. അപ്പോ ഐ എവിടെ കണ്ടാലും ഐയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ ഫോം ഓഫ് ദ വേർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് വേണ്ട, ഡ്രിങ്കിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്യണ്ട, കാരണം ഡ്രിങ്ക് ഇറ്റ് സെൽഫ് എന്താണ്, പ്ലൂറൽ ഇൻ ഫോം ആണ് അല്ലെ, അപ്പൊ അതിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്യണ്ട. ഇനി അടുത്തത്, വി ഡാഷ് ടു സ്കൂൾ എവറി ഡേ എന്ന് പറയാം. വി ഡാഷ് ടു സ്കൂൾ എവറി ഡേ, അത് ഗോയാണ് വെർബ് തന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യും? വി ഡാഷ് ടു സ്കൂൾ എവറി ഡേ, ഗോയാണ് വെർബ്. Like a sentence, a simple present. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. He goes to school every day. വി Goes to school every day. അല്ല, വി ഗോ ടു സ്കൂൾ. പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ലേറ്റ് ആയാ കയറി അല്ലെ, അത് സിമ്പിൾ പ്രസന്റൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ നമ്മൾ എടുത്ത് പറഞ്ഞു പ്രത്യേകം എന്ത്, സബ്ജക്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ പ്രസന്റൻസിൽ ഞാൻ കേട്ടത് ഹി ആണ്, ഹി ഹി അല്ല, വി. ഓക്കെ, വി. ഓക്കെ.
വി ആണ്. അപ്പൊ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അറിയാലോ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, സബ്ജക്ട് പ്ലൂരൽ, വെർബ് പ്ലൂരൽ. അത് നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ വിന്റെ കൂടെ വരുമ്പോ എന്ത് വരും? Go. ഗോ വരും. വി ഗോ ടു സ്കൂൾ എവ്രിഡേ എന്നുള്ളതാ വരിക. ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ പ്രസന്റ് തന്നെയാണ്. ഷീ ഓഫൺ ഡാഷ് ടു അവർ ഹൗസ്. കം ആണ് വെർബ്. ഷീ ഓഫൺ ഡാഷ് ടു അവർ ഹൗസ്. കം ആണ് വെർബായിട്ട് വരുന്നത്. കംസ് വരും. കറക്റ്റ്. ഇനി അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉള്ളതാണ്. വി ഡാഷ് ഇംഗ്ലീഷ്. വി ഡാഷ് ഇംഗ്ലീഷ്. അവിടെ ലേൺ എന്നുള്ളതാണ് വെർബ്. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് യൂസ് ചെയ്യണം. വി ഡാഷ് ഇംഗ്ലീഷ്. ലേൺ ആണ് വെർബ്. എങ്ങനെ വരും? എളുപ്പല്ലേ? അശ്വിനി പോയോ? ഇല്ല. ഒന്ന് ആലോചിച്ച് പറയൂ. We are learning. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. സബ്ജക്റ്റ് ആണ് വി. അതിന്റെ കൂടെ ആം ഓർ ഈസ് ഓർ ആർ ആണ്. അപ്പൊ വി ആയതുകൊണ്ട് ആർ നമ്മൾ യൂസ് ചെയ്യും. ലേണിന്റെ കൂടെ ING യൂസ് ചെയ്ത് ലേണിംഗ് എന്നാവും. സോ വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് എന്നാവും. ഇനി വേറൊരെണ്ണം, ഐ ഡാഷ് ദം ടുനൈറ്റ്. മീറ്റ് എന്നുള്ളതാണ് വെർബ്. ഐ ഡാഷ് ദം ടുനൈറ്റ്. ഇതൊക്കെ സിമ്പിൾ സെന്റൻസ് ആട്ടോ ഞാനിപ്പോ പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഐ ഡാഷ് ദം ടുനൈറ്റ്. മീറ്റ് ആണ് വെർബ്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കുകയാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ വി ഡാഷ് ദം ടുനൈറ്റ്. മീറ്റ് ആണ് വെർബ്. I'm meeting them tonight. I am meeting them tonight. Yes, correct. I am meeting എന്ന് വരും. I am meeting. കറക്റ്റ് ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഒറ്റ സെക്കൻഡ് കേട്ടോ. Okay. Elephants dash eat flesh. Elephants dash eat flesh. ഇതൊരു സെന്റൻസ് ആണ്. അതിൽ ഓപ്ഷൻസ് ഞാൻ പറയാം. അതിൽ സ്യൂട്ടബിൾ ആണ് ഓപ്ഷൻസ് ഏതാന്ന് പറയണം. Elephants dash eat flesh. Could not, did, never, have not. ഈ സെന്റൻസ് ഏത് ടെൻസിലുള്ളതാന്ന് മനസ്സിലായോ? എലഫൻസ് ഡാഷ് ഈറ്റ് ഫ്ലഷ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് അല്ലേ? അപ്പൊ അവിടെ ഒരു ഡാഷ് ഉണ്ട് ഈറ്റിന് മുമ്പ്. അവിടെ എന്തായിരിക്കും വരിക? കുഡ് നോട്ട് ആണോ, ഡിഡ് ആണോ, നെവർ ആണോ, ഹാവ് നോട്ട് ആണോ? നെവർ. നെവർ വരും. നെവർ നെവർ. എലഫൻസ് നെവർ ഈറ്റ് ഫ്ലഷ്. ഇനി വേറൊരെണ്ണം, ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. അതിന് ഓപ്ഷൻ ആവശ്യമില്ലല്ലോ. റൈസ് ആണ് വരിക. ഇവിടെ എന്ത് വരും? ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ? റൈസസ് വരും. റൈസസ് വരും. ഇനി അടുത്തത്, ജോൺ ഡാഷ് ടു ബോംബെ ടുമോറോ. ട്രാവൽ ആണ് യൂസ് ചെയ്യേണ്ടത്. ജോൺ ഡാഷ് ടു ബോംബെ ടുമോറോ. ട്രാവൽ വെച്ച് യൂസ് ചെയ്യാം.
ടെൻസ് ഏത് പറയണ്ട? ഏ ടെൻസ് ഏതാ ടെൻസ്? അത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ സെന്റൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണല്ലോ ഏതാണ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ടുമോറോ കിടക്കുന്നുണ്ട്. ജോൺ ഡാഷ് ടു ബോംബെ ടുമോറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ജോൺ ഹാസ് ട്രാവൽഡ്. ഒരു വരത്തില്ലല്ലേ? അല്ല, ജോൺ ഈസ് ട്രാവലിംഗ്. ഈസ് ട്രാവലിംഗ് ആണ്. അത് Okay. എന്തുകൊണ്ടാണ് ഈസ് ട്രാവലിംഗ്? എനിക്ക് തോന്നുന്നു പ്രതീക്ഷ ക്ലാസ്സിൽ ലേറ്റ് ആക്കി അറിവുകൊണ്ടായിരിക്കും ഒരു മനസ്സിലാവാത്തത്. ഈസ് Present ട്രാവലിംഗ് continuous. ഏഹ് Present continuous. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? ഇപ്പൊ നടക്കുന്ന ആക്ഷൻസിനെ കാണിക്കാനാണ്. റൈറ്റ് നൗ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ? പക്ഷെ ഇവിടെ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാ പറയുന്നത്. പക്ഷെ അവിടെ അപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കാനായിട്ട് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. അടുത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറയാൻ നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. ഓൾറെഡി എന്താ എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിനെയൊക്കെ പറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോ നമുക്ക് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അപ്പൊ ഓർത്തു വെക്കാം, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഡാഷ്. ഇതിപ്പം ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഐ ഡാഷ് റെഡ് ചെമ്മീൻ. ഐ ഡാഷ് റെഡ് ചെമ്മീൻ. ഓപ്ഷൻസ് ഒന്നും ഞാൻ തരണില്ല, കാരണം അതിൽ ഓപ്ഷൻസിന്റെ ആവശ്യമില്ല. നമുക്ക് അല്ലാണ്ട് തന്നെ പറയാൻ പറ്റും. അശ്വിനി പോയോ? ഇല്ല. എന്തായിരിക്കും? പറയ്. റെഡ് എന്ന് പറഞ്ഞ, റെഡ് എന്ന് വെച്ചാൽ READ റെഡ്. അത് മനസ്സിലായല്ലോ. ചെമ്മീൻ എന്ന് പറയുമ്പോ തന്നെ ആ സ്റ്റോറിയാണ് ഉദ്ദേശിച്ചത്. V3 ഫോം ഓഫ് ദ വെർബ് ആണ്. Have ഏതാണ്? read. ഹാവ് റെഡ് ആണ്. അത് ഏത് ടെൻസാ അത്? Present perfect. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ ഐ ആയതുകൊണ്ട് ഹാവ് യൂസ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, we dash each other for 5 years. We dash each other for 5 years. No, knew, KNOW, okay? Knew, knows, have known. We dash each other for 5 years. No, knew, knows, have known. ഇപ്പൊ പറഞ്ഞുള്ളൂ ഇങ്ങനെ തന്നെ ഒരു എക്സാമ്പിൾ നമ്മള്. Okay, we have known. വി ഹാവ് നോൺ ആണ്. ഓക്കെ, പറഞ്ഞില്ലേ നമ്മൾ ചൈൽഡ്ഹുഡ് തുടങ്ങി, അതായത് കുറച്ച് നാളുകളായിട്ടേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പാസ്റ്റിലെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ഈ കറക്റ്റ് ഫോറും സിൻസും വെച്ചിട്ട് പറയുമ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും ആണ് യൂസ് ചെയ്യുക, ഫോറും സിൻസും വെച്ചിട്ട് പ്രസന്റ് ടെൻസിൽ. അപ്പൊ ഇതില് ഓൾറെഡി ഓപ്ഷനിൽ നമുക്ക് വി ഹാവ് ബീൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നിട്ടില്ല അല്ലെ? വി ഹാവ് ബീൻ നോയിങ് നമ്മൾ ഒരിക്കലും പറയില്ല, അത് വേറൊരു കാര്യം. നോയിങ് എന്ന് നമ്മൾ പറയില്ല. അപ്പോ ഓൾറെഡി ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അറിയാലോ, ഹാവ് നോൺ ആണ്. അപ്പൊ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ എഴുതാം. അടുത്തത്, they dash the same mistake 4 times this month. They dash the same mistake 4 times this month. They made the same mistake ആണോ, have made ആണോ, are making ആണോ, has made ആണോ? ഇവിടെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ ആണ് 4 ടൈംസ്. ഞാൻ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റിലും നിൽക്കും പാസ്റ്റിലും നിൽക്കുന്ന, രണ്ടിനും ഇടയിൽ വരുന്ന ഒന്നാണ് അല്ലെ? പ്രസന്റില് പാസ്റ്റിൽ കഴിഞ്ഞൊരു ആക്ഷൻ ആയിരിക്കും, പക്ഷെ അതിന്റെ കണക്ഷൻ പ്രസന്റിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പറയാണ്, നിങ്ങൾ ആൻസർ പറയാൻ സ്ലോ ആകുമ്പോ എനിക്ക് തോന്നുന്നു. They have made. they have made വെച്ചിട്ട് വേണം പറയാൻ. they made എന്ന് പറയരുത്, they made a mistake എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
they have made the same mistake 4 times this month. അതായത് ഇപ്പോഴും അതിന്റെ ആ ഒരു ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് എന്ത് നമ്മൾ അവിടെ ഹാവ് മെയ്ഡ് എന്ന് പറയുന്നത്. ഇത് പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലുമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം അല്ലെ. ഇപ്പോ ഈ മാസം നടന്നൊരു കാര്യമാണ്. അത് മുമ്പും നടന്നിട്ടുണ്ട്. ഈ മാസത്തില് ഇപ്പോഴും നടന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും നടന്നു കഴിഞ്ഞു. അപ്പോ ഇടയ്ക്ക് ആവർത്തിച്ചു വരുന്ന ഇതേപോലെ ആവർത്തിച്ചു വരുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസോ കാണും. അതിന് പ്രസന്റിലും ഒരു പ്രസക്തി ഉണ്ട് ആ ആക്ഷൻ, അല്ലെങ്കിൽ അതിനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഇനി വേറൊരെണ്ണം, മിസ്റ്റർ ജോൺ ഡാഷ് ഇൽ ഫോർ 2 weeks. ലാസ്റ്റത്തെ ആണേ. മിസ്റ്റർ ജോൺ ഡാഷ് ഇൽ for 2 weeks. He is still in hospital. Is, has been, was, had been. Mr. John dash ill for 2 weeks എന്നാ പറഞ്ഞിരിക്കുന്നത്. So is ആയിരിക്കോ, has been, was, had been. has been. Has been ആണ്. ആ 2 weeks കണ്ടാൽ തന്നെ മനസ്സിലാക്കാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. അതായത് ഇവിടെ എന്താ ING ഫോം ഒന്ന് യൂസ് ചെയ്ത് വെർബ് ഫോം ആയിട്ടില്ല. ഹാസ് ബീൻ കഴിഞ്ഞിട്ട് ഒരു വെർബും കൂടിയും ING കൂടി വന്നാലാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുള്ളൂ. പക്ഷെ അല്ലാതെ തന്നെ ഇവിടെ പാസ്റ്റ് ആണ് ആക്ഷൻ. എന്ത് ഹാസ് ബീൻ ഇല്ലെന്ന് വെച്ചറിയാലോ. ഒരു 2 week ആയിട്ട് എന്താണ് സിക്ക് ആണ്. ഓക്കെ, ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണത്. അത് അങ്ങനെ ആണ്. 2 ആഴ്ചയായിട്ട് ആണ്, സിക്ക് ആണ്. ഇപ്പോഴും എന്താണ് ഹോസ്പിറ്റലിലാണ്. അപ്പൊ പാസ്റ്റിലും ഉണ്ടായ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അത് പ്രസക്തി ഉണ്ടല്ലോ, കാരണം ഇപ്പൊ അത് ഹോസ്പിറ്റലിലാണ് ആ വ്യക്തി. അപ്പൊ കണക്റ്റഡ് ആണ്. പിന്നെ ഫോർ 2 weeks ഫോറും യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇതെന്താണ് ഹാസ് ബീൻ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോ ഈ പ്രസന്റ് ടെൻസ് ഒന്നും കൂടി നിങ്ങൾ റെഫർ ചെയ്യണേ. നിങ്ങൾ അത് എടുത്ത് പഠിച്ചു ചെയ്യാന്നുണ്ടെങ്കിൽ എത്ര ക്ലാസ് കേട്ടിരുന്നാലും ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പം നോട്ട്സ് അയച്ചു തരാം കേട്ടോ. Okay. ഓക്കെ. Okay.